നിറവിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എന്നാണ് ഏറ്റവും നല്ല ദിവസം? പലർക്കും പല ദിവസങ്ങളായിരിക്കുമല്ലേ മനസ്സിലേക്ക് ഓടി വരുന്നത്. ജനിച്ച ദിവസം, വിവാഹ ദിവസം, അല്ലെങ്കിൽ മക്കളുണ്ടായ ദിവസം, അങ്ങനെ പലതും. പക്ഷെ ഞാൻ പറയും, ഇന്നായിരിക്കണം നിങ്ങളുടെ ഏറ്റവും നല്ല ദിവസം. കാരണം ഓരോ ദിവസവും ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും പുതിയതാണ്. ആബേൽ യേശുദാസിൻ്റെ ഈശോ നീ വാ എന്നുള്ളിൽ വാ എന്ന മനോഹരമായ ഗാനത്തോടെ നമുക്ക് ഈ പ്രോഗ്രാം ആരംഭിക്കാം. ഈശോ നീ വാ എന്നുള്ളിൽ വാ, ഒരു നാളും പിരിയാതെ വാഴാൻ നീ വാ, വേഗം നീ വാ. ഈശോ നീ വാ എന്നുള്ളിൽ വാ, ഒരു നാളും പിരിയാതെ വാഴാൻ നീ വാ, വേഗം നീ വാ. ഈശോ നീ വാ. ദുഃഖത്തിൻ ഭാരവുമായി എൻ മനം തേങ്ങിയിടുമ്പോൾ, ദുഃഖത്തിൻ ഭാരവുമായി എൻ മനം തേങ്ങിയിടുമ്പോൾ, സ്നേഹത്തിൻ താരാട്ടായി നീ എന്നുള്ളിൽ വാ, വേഗം നീ വാ. സ്നേഹത്തിൻ താരാട്ടായി നീ എന്നുള്ളിൽ വാ, വേഗം നീ വാ. ഈശോ നീ വാ എന്നുള്ളിൽ വാ, ഒരു നാളും പിരിയാതെ വാഴാൻ നീ വാ,
സ്പർശനമായി നീ എന്നുള്ളിൽ വാ, വേഗം നീ വാ. ശാന്തി തൻ സ്പർശനമായി നീ എന്നുള്ളിൽ വാ, വേഗം നീ വാ. ഈശോ നീ വാ, എന്നുള്ളിൽ വാ, ഒരു നാളും പിരിയാതെ വാഴാൻ നീ വാ, വേഗം നീ വാ. ഈശോ നീ വാ. പുറമേയുള്ളതാണോ അകമേയുള്ളതാണോ യഥാർത്ഥ സൗന്ദര്യം? ഈ വിഷയം ആസ്പദമാക്കി ബ്രദർ ബോണി ചെല്ലാനം നൽകുന്ന ഒരു ചെറിയ ചിന്തയാണ് ഇന്ന് തോട്ട്സ് ഫോർ ലൈഫിൽ. വിശ്വസുന്ദരിപ്പട്ടത്തിൻ്റെ തത്സമയ സംപ്രേഷണം. ഒരു ആഫ്രിക്കൻ സുന്ദരി സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചു. അവളോട് വിധികർത്താക്കൾ ഇങ്ങനെയാണ് ചോദ്യം ചോദിച്ചത്: നിങ്ങൾ യഥാർത്ഥത്തിൽ സുന്ദരിയാണോ? ആണെങ്കിൽ എന്തുകൊണ്ട്? അല്ലെങ്കിൽ എന്തുകൊണ്ട്? ആ ചോദ്യം കേട്ടയുടനെ കാണികളും അവളും ഒന്ന് നിശബ്ദരായി. അല്പനേരം നിശബ്ദമായി നിന്ന ആ ആഫ്രിക്കൻ സുന്ദരി ചെറിയ പുഞ്ചിരിയോടെ ഇങ്ങനെ പറഞ്ഞു: അതെ, ഞാൻ സുന്ദരിയാണ്. ചിലപ്പോൾ എന്നെ കാണുന്ന എല്ലാവർക്കും ഞാൻ സുന്ദരിയാകണമെന്നില്ല. എന്നാൽ എനിക്കും ഞാൻ പ്രതിനിധീകരിക്കുന്ന എൻ്റെ നാടിനും ഞാൻ സുന്ദരിയാണ്. കാരണം എന്നെ സൃഷ്ടിച്ചത് ദൈവമാണ്. ആ ദൈവം തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ് എന്നെ സൃഷ്ടിച്ചത്. ഞാൻ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നതുകൊണ്ട് എനിക്ക് സൗന്ദര്യമുണ്ട്. ഞാനതിൽ സന്തോഷവതിയാണ്. നന്ദി. അവളുടെ ഈ ഉത്തരം ഹർഷാരവത്തോടെയാണ് കാണികളും വിധികർത്താക്കളും ഏറ്റുവാങ്ങിയത്. അങ്ങനെ ഉത്തരം പറഞ്ഞതുകൊണ്ടാവണം അവൾ ഫൈനലിൽ പ്രവേശിച്ചു. പ്രിയമുള്ളവരെ, കറുപ്പിന് 7 അഴക് എന്ന് പൊതുവെ നമ്മളെല്ലാവരും പറയാറുണ്ടെങ്കിലും നമ്മുടെ സംസ്കാരത്തിൽ തൊലിപ്പുറമേയുള്ള ഈ വെളുപ്പിന് കുറച്ച് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് നമുക്കറിയാം. എപ്പോഴും പുറമേയുള്ള ഭംഗിക്കാണ് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത്, ഒരു പരിധിവരെ. ഇവിടെ തന്നെ സൃഷ്ടിച്ചത് ദൈവമായതുകൊണ്ട് തൻ്റെ പുറമേയുള്ള സൗന്ദര്യമല്ല, അകമേയുള്ള സൗന്ദര്യമാണ് യഥാർത്ഥ സൗന്ദര്യമെന്ന് ആ പെൺകുട്ടി ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു. പ്രിയമുള്ളവരെ, അവനവൻ്റെ സൗന്ദര്യത്തെ തിരിച്ചറിയാൻ കഴിയുന്നവർക്ക് മാത്രമേ അപരൻ്റെ സൗന്ദര്യത്തെ തിരിച്ചറിയാൻ കഴിയൂ. നമ്മുടെ ശരീരത്തെക്കുറിച്ചും നമ്മുടെ അവയവങ്ങളെക്കുറിച്ചുമെല്ലാം ദൈവത്തിന് കൃത്യമായ ഒരു പ്ലാനും പദ്ധതിയുമുണ്ട് എന്ന് തിരിച്ചറിയുന്നവരാണ് ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുന്നവർ. അതുകൊണ്ടാണ് നമ്മുടെ ഈശോ പറയുന്നത്, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? അപരൻ്റെ ആദരവ് നമുക്ക് ലഭിക്കാനുള്ള വാതിൽ നമ്മൾ നമ്മളിൽ തന്നെ തുറന്നിട്ട് കൊടുക്കണമെന്നാണ്. അതായത് നമ്മൾ തന്നെ വിലപ്പെട്ടതാണ്, നമ്മൾ തന്നെ സൗന്ദര്യമുള്ള ഒരാളാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് അപരൻ്റെ ആദരവ് സ്വന്തമാക്കാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ അപരനെ ആദരിക്കില്ല. അപ്പോൾ ദൈവത്തിന് എൻ്റെ ശരീരത്തെക്കുറിച്ചും എൻ്റെ അവയവങ്ങളെക്കുറിച്ചുമെല്ലാം കൃത്യമായ പ്ലാൻ ഉണ്ട് എന്ന് കരുതുന്നവർ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവർ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തും.
നമുക്കെല്ലാവർക്കും പരിചയമുള്ള സിനിമാ നടൻ സലിം കുമാർ ഒരിക്കൽ ഒരു വേദിയിൽ പങ്കിട്ടത് ഞാനൊരു മാഗസിനിൽ വായിച്ചത് ഓർക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്. അത് പറയാനുണ്ടായ സാഹചര്യം അദ്ദേഹത്തിന് അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന് പറയുന്ന സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ആ അവാർഡിന് ശേഷം അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ അദ്ദേഹത്തിന് കൊടുത്ത വലിയൊരു അനുമോദന യോഗത്തിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ആ മറുപടി പ്രസംഗമാണ് മാഗസിനിൽ വായിച്ചത്. അദ്ദേഹം പറയുകയാണ്, ഞാൻ കുഞ്ഞുനാളിൽ സ്കൂളിൽ പഠിക്കുമ്പോഴും ഈ സ്കൂളിലേക്ക് വരാൻ എനിക്ക് വലിയ മടിയായിരുന്നു. അങ്ങനെ ഒരു മടിക്ക് കാരണം എന്നെ സ്കൂളിൽ എല്ലാവരും ഉണ്ടക്കണ്ണൻ എന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു. കുഞ്ഞുനാളിൽ എൻ്റെ മനസ്സൊത്തിരി മുറിഞ്ഞു. ചെറുപ്പത്തിൽ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് എൻ്റെ ഉണ്ടക്കണ്ണിനെ നോക്കി ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഈ കണ്ണ് കുത്തി പൊട്ടിച്ചാലോ എന്നുവരെ എൻ്റെ കുഞ്ഞു മനസ്സിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ദൈവത്തോട് ഞാൻ പരാതി പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് എനിക്കിങ്ങനെ ഒരു വലിയ കണ്ണ്, എനിക്കൊരു കുഞ്ഞു കണ്ണ് തന്നാൽ പോരായിരുന്നു എന്ന് പലപ്പോഴും ഞാൻ പരാതി പറഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ് കഴിയുമ്പോൾ എനിക്ക് ആശ്വാസമായിരുന്നു. ഇനി ഈ സ്കൂളിലേക്ക് വരണ്ടല്ലോ, ഇനി ഒരിക്കലും ഈ ഉണ്ടക്കണ്ണൻ എന്ന വിളി കേൾക്കണ്ടല്ലോ. അതുകൊണ്ട് ആശ്വാസത്തോടെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് സ്കൂളിൻ്റെ പടിയിറങ്ങി. പുതിയ കോളേജിൽ, അന്ന് പ്രീ ഡിഗ്രിയാണ്, കോളേജിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ വലിയ ആശ്വാസമായിരുന്നു. പക്ഷേ കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് വീണ്ടും സങ്കടം. ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന് എന്നെ പരിചയമുള്ള 2 കൂട്ടുകാർ ആ കോളേജിലുണ്ട്. എനിക്ക് പഴയ പേര് വീണ്ടും ആ കോളേജിൽ നിലനിർത്താൻ അവർ ധാരാളം മതിയായിരുന്നു. പിന്നെയും ആ ഉണ്ടക്കണ്ണൻ വിളി ഞാൻ കേട്ടു മടുത്തു. ഡിഗ്രിക്ക് പോയപ്പോഴും ആ വിളി തുടർന്നുകൊണ്ടിരുന്നു. ഞാൻ മിമിക്രിയിലേക്ക് പ്രവേശിച്ചപ്പോഴും സിനിമയിലേക്ക് വന്നപ്പോഴും എന്നെ പരിചയമുള്ളവരെല്ലാം കാണുമ്പോൾ ആ പഴയ ഉണ്ടക്കണ്ണൻ വിളി ഉണ്ടായിരുന്നു. പതുക്കെ പതുക്കെ ഞാൻ സിനിമയിൽ ഹാസ്യ വേഷങ്ങൾ വന്നു ചെയ്തു. അങ്ങനെ ഹാസ്യ വേഷങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഒരു ഷൂട്ടിങ്ങിനിടയിൽ എന്നെ കാണാനായിട്ടൊരു ഡയറക്ടർ വന്നു. അദ്ദേഹം ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, പുതിയൊരു സിനിമയുടെ ആലോചനയിലാണ്. ആ സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് അച്ഛൻ ഉറങ്ങാത്ത വീട് എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ 6 മാസമായി മലയാള സിനിമാ ലോകത്ത് ഉറങ്ങാത്ത അച്ഛൻ്റെ കണ്ണുകളുള്ള ഒരു നടനെ അന്വേഷിച്ച് ഞാനിങ്ങനെ നടക്കുകയായിരുന്നു. അവസാനം ഞാൻ അങ്ങനെ ഒരു നടനെ കണ്ടെത്തി. അത് നിങ്ങളാണ്. സലിം കുമാർ ഓർത്തെടുത്ത് പറയുകയാണ്, ഞാൻ ഞെട്ടിപ്പോയി. ഒരു സിനിമയിൽ നായക വേഷം ചെയ്യാനായിട്ട് ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്ന വിളിയാണ്. ഞാൻ ആ ഡയറക്ടറോട് ചോദിച്ചു, സാർ ഇത് വെറുതെ പറയുന്നതാണോ? അല്ല, ഉറങ്ങാത്ത അച്ഛൻ്റെ കണ്ണുകൾ നിങ്ങളുടെ കണ്ണുകളിലുണ്ടെന്ന് ഞാൻ കാണുന്നു. സലിം കുമാർ തുടർന്നു. അങ്ങനെ ഞാൻ ആ സിനിമയിൽ നായകനായി. ആ സിനിമ പൂർത്തിയായി തിയേറ്ററുകളിൽ വന്നു. ആ സിനിമയ്ക്ക് ഇന്നിപ്പോൾ ഇതാ അവാർഡ് കിട്ടിയിരിക്കുന്നു. അദ്ദേഹം ഇങ്ങനെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു, എൻ്റെ ഉണ്ടക്കണ്ണിനെക്കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നുവെന്ന് വർഷങ്ങൾ 10-40 കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഒരു ഉണ്ടക്കണ്ണില്ലായിരുന്നെങ്കിൽ ഞാൻ അച്ഛനുറങ്ങാത്ത വീട് എന്ന സിനിമയിൽ അഭിനയിക്കില്ലായിരുന്നു. ആ സിനിമയിൽ അഭിനയിച്ചതുകൊണ്ടാണ് ഇന്നെനിക്ക് അവാർഡ് കിട്ടിയത്. അദ്ദേഹം വീണ്ടും കാണികളെ നോക്കി പറഞ്ഞു, നമ്മുടെ ഓരോ അവയവങ്ങളെക്കുറിച്ചും ദൈവത്തിന് കൃത്യമായ പ്ലാനുണ്ട്. അതുകൊണ്ട് നമ്മളാരും നമ്മുടെ ശരീരത്തിൻ്റെ പുറമേയുള്ള കുറവുകൾ നോക്കിക്കൊണ്ട് കരയരുത്. മറ്റുള്ളവർ ഒരുപക്ഷേ നമ്മുടെ കുറവുകൾ കാണിച്ചുകൊണ്ട് നമ്മളെ കളിയാക്കിയേക്കും. അത് കേട്ട് നമുക്ക് തന്നെ തോന്നിയേക്കാം, ഞാനൊരു വലിയ കുറവുള്ളയാളാണ്. എന്നാൽ നമ്മുടെ കുറവുകൾ ഒരു കുറവല്ല എന്ന് തെളിയിക്കുന്ന
ദൈവീക പദ്ധതി നമ്മളെ കാത്തിരിക്കുന്നു. അത് വൈകാതെ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കാനും ശ്രദ്ധിക്കാനും വേണ്ടിയാണ് നമ്മുടെ ഈശോ നമ്മളോട് പറഞ്ഞത്, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ്. നമ്മളെപ്പോലെ തന്നെ നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അത്രയൊരു പ്രശ്നമുള്ളതായിട്ട് തോന്നില്ല. പക്ഷേ കുറച്ചുകൂടി ആഴത്തിൽ ഒന്ന് ധ്യാനിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, നിന്നെപ്പോലെ തന്നെ എല്ലാവരുടെയും വിചാരം ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നല്ലേ. എന്നാൽ ചില നേരത്ത് നമുക്ക് നമ്മളെ ഇഷ്ടമില്ലാത്ത സമയങ്ങളില്ലേ? നമ്മുടെ ചില സ്വഭാവങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന വികാരങ്ങൾ, നമ്മുടെ ചില കഴിവുകേടുകൾ, അറിയാതെ പുറത്തേക്ക് വരുന്ന ദേഷ്യം, അല്ലെങ്കിൽ ചില സമയത്ത് നമ്മളെ അലട്ടുന്ന ചില അലസതകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് എത്ര തവണയാണ് നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെടാതിരുന്നിട്ടുള്ളത്? അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മളെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുക എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുറവുകളോടും നമ്മുടെ ബലഹീനതകളോടും കൂടെ നമ്മളെ സ്നേഹിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെയും അതുപോലെ സ്നേഹിക്കാൻ കഴിയൂ എന്നൊരു വലിയ പാഠം ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കുറവുകൾ എന്തു തന്നെയായാലും അത് ചൂണ്ടിക്കാണിച്ച് ലോകം നമ്മളെ പരിഹസിച്ചാലും അതിൻ്റെ പിന്നിൽ ഒരു മഹത്തായ പ്ലാനും പദ്ധതിയും ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന കാര്യം മറക്കരുത്. ഇനി ഒരിക്കലും തൊലിപ്പുറമേയുള്ള ബാഹ്യമായ സൗന്ദര്യത്തിൽ മതിമറക്കരുത്. സൗന്ദര്യമുള്ളിലാണ്. അതാണ് ആദ്യം പറഞ്ഞ ആ ആഫ്രിക്കൻ പെൺകുട്ടി ലോകത്തോടും നമ്മളോടും വിളിച്ചു പറയുന്നത്. പ്രിയമുള്ളവരെ, ബാഹ്യമായ ഒരു കുറവും കുറവേയല്ല, അതിൻ്റെ പിന്നിൽ ഒളിപ്പിച്ചു വെച്ച ദൈവീക പദ്ധതിയെ നോക്കൂ. അതിനെ നോക്കി മുന്നോട്ട് പോവുക. ഇനി ബാഹ്യമായ കാര്യങ്ങളെ ഓർത്ത് കരയണ്ട, സങ്കടപ്പെടണ്ട. പുറമേയുള്ളതെല്ലാം നശിച്ചു പോകുന്നതാണ്, അകമേയുള്ളത് ഒരിക്കലും നശിക്കാത്തതാണ് എന്ന ബോധ്യത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ. ആമേൻ. സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുമറന്ന നമുക്ക് പ്രചോദനമേകുന്ന ഒരു കുഞ്ഞു വീഡിയോയുമായി ഇന്ന് നമ്മുടെ മുമ്പിലെത്തുന്നത് ലിനറ്റാണ്. കാണാം പോസിറ്റീവ് വൈബ്സ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. सर आपके लिए उस पार कार का इंतजाम किया है सर. सर आइए सर. ये चल चल. जाओ बोलना, क्या बात करता है, क्या ऊपर से जाएगा, क्या ऊपर से जा जा. गया मेन शो. I hate this country. कुछ करो ना. अब मैं वहां जाके क्या उखाड़ लूंगा? कैसी जाने बूंदे आई, जाने कैसा दर्द लाई, सामने क्या है ये तेरे, क्यों रुका है तू बता रे हो. कौन तुझको पार लेगा, कौन होगा वो मसीहा, जिसे तू ढूंढता है वो ही है तू, तू वही है. तुझ में तेरा रास्ता है, तुझ में तेरा है सहारा, तू ही तुझको पार लेगा, तू ही है तेरा किनारा.
रास्ता है, तुझ में तेरा है सहारा, तू ही तुझको पार लेगा, तू ही है तेरा किनारा। जिसे ढूंढता है तू ही रे, तू ही रे, तू ही रे तेरा मसीहा हो। തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങളുടെ തലമുടി ഇഴകൾ പോലും എണ്ണപ്പെട്ടിരിക്കുന്നുവെന്ന്. അതെ, നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ദൈവം നന്മ ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന അവസരങ്ങളെ വേണ്ടവിധം പ്രയോജനപ്പെടുത്തുവാൻ നാം ബാധ്യസ്ഥരല്ലേ? ഒരു കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ച് ആ വലിയൊരു മരം ഒറ്റയ്ക്ക് തള്ളി മാറ്റുക ഒരിക്കലും സാധ്യമല്ല. എന്നാൽ അവന്റെ ആ ഒരു കൊച്ചു പ്രവൃത്തി മറ്റുള്ളവർക്ക് വലിയൊരു പ്രചോദനമായി മാറി. നാം ഓരോരുത്തരുടെ ജീവിതവും ഇപ്രകാരമായിരിക്കണം. നമ്മുടെ വിശ്വാസ ജീവിതവും തീഷ്ണതയും മറ്റുള്ളവർക്ക് അനുകരിക്കത്തക്ക വിധത്തിൽ പ്രചോദനമായി തീരുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. ഈശോ തിരുവചനത്തിലൂടെ നമ്മോട് ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ ശിശുക്കളെ പോലെ ആയിരിക്കുവിനെന്ന്. ശിശുക്കളുടെ നിഷ്കളങ്കതയും നൈർമല്യവും നമ്മുടെ ജീവിതത്തിലും കാത്തു സൂക്ഷിക്കാം. നമുക്കറിയാലേ, മനുഷ്യ ജീവിതം വളരെ നിസ്സാരമാണ്. എന്നാൽ ആ ജീവിതത്തെ സന്തോഷപൂർണമാക്കുന്നതും ദുഃഖപൂർണമാക്കുന്നതും നമ്മുടെ പ്രവൃത്തികൾ തന്നെയാണ്. നമ്മുടെ ഒരു വാക്കോ പ്രവൃത്തിയോ ഇടപെടലോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പുഞ്ചിരി വിടരാൻ കാരണമാകുന്നുണ്ടെങ്കിൽ അതിന് ദൈവത്തിന്റെ മുൻപിൽ വളരെ വലിയ വിലയാണുള്ളത്. ഈശോയുടെ ജീവിതം പരിശോധിച്ചാലും ഇതുതന്നെയല്ലേ നമുക്ക് കാണാൻ കഴിയുക. മറ്റൊരാൾ വന്ന് ലോകത്തെ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കട്ടെ എന്നൊരിക്കലും ചിന്തിച്ചില്ല. മറിച്ച് സ്വന്തം ജീവിതം ലോകജനത്തെ മുഴുവൻ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി ബലിയണച്ചു. എന്നാൽ ആ സഹനങ്ങളുടെ പൂർത്തീകരണമായി പിതാവായ ദൈവം അവിടുത്തെ ഉയർത്തി എല്ലാ നാമങ്ങളെക്കാൾ ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇപ്രകാരം നമ്മുടെ ജീവിതത്തെയും മറ്റുള്ളവർക്ക് അനുകരിക്കത്തക്ക വിധത്തിൽ നന്മയുടെ സന്ദേശമായും സ്നേഹത്തിന്റെ തൂവെളിച്ചമായും പ്രശോഭിതമാക്കാം. നിറവ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇന്ന് നൽകിയ ചിന്തകളിൽ ഒന്നെങ്കിലും നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. നാളെ ഇതേ സമയം കണ്ടുമുട്ടുന്നതുവരെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിറവിൽ ഗാനങ്ങൾ ആലപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഷാലോം ടെലിവിഷന്റെ പ്രോഗ്രാം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുക. ഫോൺ 9605818881. ഈശോ നീ വാ, എന്നുള്ളിൽ വാ, ഒരു നാളും പിരിയാതെ വാഴാൻ നീ വാ, വേഗം നീ വാ, ഈശോ